ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 38-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തദോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. നമസ്തേ. 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുകയാണ് ഇപ്പോൾ നിന്റെ ലക്ഷ്യം. ഫലം സന്തോഷമോ ദുഃഖമോ ലാഭമോ നഷ്ടമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപഭാരമുണ്ടാകില്ല. യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് ഭഗവാൻ പറയുമ്പോൾ കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കാരണം കൃഷ്ണ അവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപമോ ലാഭനഷ്ടങ്ങളോ ജയപരാജയങ്ങളെ കുറിക്കുന്നതോ ആയ പ്രശ്നം ഉദിക്കുന്നില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാണ്. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണമുണ്ടാകുന്നില്ല. അയാൾക്ക് മറ്റാരോടും ബാധ്യതയുമില്ല. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ പാർത്ഥനോട് സൂചിപ്പിക്കുന്നത്. അടുത്ത പദ്യങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. നമസ്തേ. 39-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ